അസ്സലാമു നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അരിയും ഉഴുന്നും ഒന്നും തന്നെ അരയ്ക്കാതെ മാവ് റെഡിയാക്കി ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇഡ്ഡലിയാണ്. ചോറ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് അളവിൽ ചോറാണ്. ഞാനിപ്പോൾ ഇവിടെ 250 ml ഒരു അളവ് കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അളവ് കപ്പ് ഇല്ലെങ്കിലും സാധാ വലിപ്പമുള്ളൊരു ഗ്ലാസ്സിൽ 1 ഗ്ലാസ് ചോറ് നമ്മൾ എടുക്കുക. ഞാനിപ്പോൾ ചാക്കരിയുടെ ഒരു വെള്ള ചോറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മട്ട അരിയുടെ ഒരു ബ്രൗൺ കളറുള്ള ചോറ് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വെള്ള ചോറ് എടുത്താൽ ഇഡ്ഡലിക്ക് കുറച്ചും കൂടി ഒരു കളർ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. ഏത് ചോറ് വെച്ചിട്ട് നമുക്കിത് ചെയ്തിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഈ 1 കപ്പ് ചോറ് ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഉലുവയാണ്. ഉലുവ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഒരു 10-20 എണ്ണം ഇതുപോലെ വെള്ളത്തിലൊന്ന് കുതിർത്തിയിട്ട് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. കൂടിപ്പോയാൽ ചെറിയൊരു കയ്പുണ്ടാവും. ഇതുപോലെ കുറച്ച് മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റും കിട്ടും. അപ്പോൾ കുതിർത്തിയെടുത്ത് ഈ ഉലുവയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് ഈ ചോറിന് നമുക്ക് അരച്ചെടുത്തിട്ട് വരണം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളമൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ കൂടി പോകരുത് കേട്ടോ, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ചോറിപ്പ് ഇവിടെ നല്ല പോലെ തന്നെ നല്ല പേസ്റ്റ് പരുവത്തിൽ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത ഈ ഒരു ചോറ് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 3/4 കപ്പ് അളവിൽ റവയാണ്. 1 കപ്പ് ചോറിന് ഒരു 3/4 കപ്പ് റവയെ ധാരാളമാണ്. വറുത്ത റവയോ വറുക്കാത്ത റവയോ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3/4 കപ്പ് വറുക്കാത്ത റവയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മാവ് റെഡിയാക്കിയിട്ട് ഇതൊന്ന് പുളിക്കാൻ വേണ്ടിയിട്ടൊന്നും വെക്കുന്നില്ല. അപ്പോൾ ഈ ഒരു മാവിന് ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ തൈര് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്കൊരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മാവിൻ്റെ ഒരു പുളി നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ അത്യാവശ്യം പുളിയുള്ള, ഒരുപാടങ്ങ് പുളിച്ചു പോയിട്ടുള്ള തൈരല്ല കേട്ടോ, അത്യാവശ്യം ഒരു പുളിയുള്ള തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മാവിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഈ മാവ് ഞാനൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് നോക്കിയപ്പോൾ കുറച്ചൊരു പുളിയുടെ ഒരു കുറവുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ നിങ്ങളും തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ എടുക്കുന്ന തൈരിൻ്റെ പുളിയുടെ അനുസരിച്ചാണ് തൈരിൻ്റെ ഒരു അളവ് വരുന്നത്. നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ മാവ് കുറച്ചൊന്ന് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ മാവ് നമുക്ക് കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് എടുക്കാം. സാധാരണ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ആ ഒരു മാവിൻ്റെ ഏകദേശം ഒരു പരുവത്തിന് നമുക്കൊന്ന് ആക്കിയിട്ട് എടുക്കാം. കുറച്ച് മാത്രം വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒരു 2-3 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ആവശ്യമായിട്ട് വരത്തുള്ളൂ. വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു ഇളം ചൂടുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിലേ ആ ഒരു റവയൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടത്തുള്ളൂ. വെള്ളം കൂടിപ്പോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു രീതിയിൽ ആ ഒരു ഷേപ്പ് ഒന്നും നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇത് കണ്ടില്ലേ, മാവ് നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നമ്മളൊന്ന് ഒഴിച്ച് നോക്കുമ്പോഴത്തേക്കും മാവ് തവിന്നങ്ങ് ഒഴുകി പോകാതെ ഈ ഒരു കട്ടിക്ക് വേണം നമ്മൾ മാവ് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാടങ്ങ് കട്ടിയാകാനും പാടില്ല. സാധാരണ നമ്മൾ ഇഡ്ഡലിയൊക്കെ ആക്കി എടുക്കുന്ന ഒരു പരുവത്തിനാക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു പാത്രം വെച്ച് അടച്ചു കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇതിവിടെ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇതിനെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഇഡ്ഡലി ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ബേക്കിംഗ് സോഡ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നിർബന്ധമില്ല, കുറച്ചും കൂടി നമുക്ക് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഞാനിത് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഡ്ഡലി പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് വേവിച്ചിട്ടെടുത്താൽ മാത്രം മതി. ഇഡ്ഡലി പാത്രത്തിൽ ഞാൻ ഇതുപോലെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി തട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇഡ്ഡലി തട്ടിൽ നല്ലപോലെ തന്നെ നമുക്ക് ഓയിലൊന്ന് തൂത്ത് കൊടുക്കാം. നല്ലപോലെ തന്നെ ഞാൻ ഇതിൽ ഓയിലൊന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നന്നായിട്ട് ആവി വന്നതിന് ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ ഇതിൽ ആവി കയറി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ ഈ ഒരു തട്ടും കൂടെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മുകളിലേക്ക് ഇതുപോലെ ആവി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ നമ്മളൊന്ന് വേവിച്ചിട്ടെടുത്താൽ മതി. ഒരു 10 to 12 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നമുക്കത് നല്ലപോലെ തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇതിവിടെ നല്ലപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇഡ്ഡലിത്തട്ട് വെളിയിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. ഇഡ്ഡലിത്തട്ടിൻ്റെ ചൂട് നല്ലപോലെ പോയതിന് ശേഷം നമുക്ക് ഇഡ്ഡലി ഇളക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് പോയിട്ടുണ്ട്. ജസ്റ്റ് നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് ഇളക്കുമ്പോഴത്തേക്കും തന്നെ നന്നായിട്ട് തന്നെ നമുക്കിത് ഇളകി കിട്ടും. അപ്പോൾ ഇത് കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇതിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു ചട്നി ആണെങ്കിലോ അല്ലെങ്കിൽ സാമ്പാർ ആണെങ്കിലോ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ ഇഡ്ഡലിയുടെ കഴിക്കാൻ വേണ്ടിയിട്ട് ചട്നിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും. അതും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ. ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങ ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ കുറച്ച് മല്ലിയിലയും നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ചെറിയൊരു കഷ്ണം ഉള്ളി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് വലിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ലത് ചെറിയ ഉള്ളി നമ്മളൊരു 2-3 എണ്ണം ചേർത്ത് കൊടുക്കുന്നതാണ്. കൂടാതെ ഇതിലേക്ക് ഇനി ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ നിലക്കടലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് പച്ച നിലക്കടലയാണ്. അതുകൊണ്ട് നമുക്ക് തൊലിയൊന്നും കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഇതൊന്ന് അരിഞ്ഞു വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് നല്ലപോലെ തന്നെ മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഈ ഒരു അരച്ചെടുത്ത ഈ ഒരു ചട്നി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിലും കുറച്ച് കടുകും വറ്റൽമുളകും ഇട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഒരു ചട്നി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു ചട്നി ഞാൻ എണ്ണയൊക്കെ തളിച്ചിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചോറൊക്കെ ഇനിയും ബാക്കി വന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇത്. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, സാധാരണ നമ്മൾ അരിയും ഉഴുന്നും ഒക്കെ അരച്ചിട്ടെടുക്കുന്ന ഒരു ഇഡലിയുടെ ടേസ്റ്റ് അല്ല കേട്ടോ ഇതിന്. നമുക്ക് ചട്നിയുടെ കൂടെയും സാമ്പാറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഡലി തന്നെയാണ് ഇതും. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നമ്മൾ ഒരു വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലാ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.